മന്നം ജയന്തിയുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വേദിയിൽ ഇടം നൽകാതെ NSSന്റെ സമദൂര നിലപാട്. ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചത് മാത്രമാണ് ശരിദൂര നിലപാടെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്തിൽ വെച്ച് നടന്ന 149ാമത് മന്നം ജയന്തി സമ്മേളനത്തിലാണ് പ്രതികരണം. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് ഈ വർഷം മന്നം ജയന്തി സമ്മേളനത്തിൽ NSS സ്വീകരിച്ചത്. രാഷ്ട്രീയ നേതാക്കളെ മുഖ്യാതിഥി ആക്കാതെയാണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം നടന്നത്. NSS രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്നും മുൻപ് മുഖ്യാതിഥിയാക്കിയ രാഷ്ട്രീയക്കാർക്ക് മന്നം എന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നു എന്നും സുകുമാരൻ നായർ. എല്ലാ പ്രാവശ്യവും വിശിഷ്ടാതിഥികളായി വിളിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ളവരെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചതോടുകൂടി രാഷ്ട്രീയം നോക്കാതെ ഉള്ള വിശിഷ്ടാതിഥികളെയാണ് നമ്മൾ ഇത്തവണ വിളിച്ചിരിക്കുന്നത്. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് ആണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ സിറിയക് തോമസിന്റെ വക രാഷ്ട്രീയക്കാർക്ക് ഉപദേശവും. ജീവിതത്തിലും രാഷ്ട്രീയത്തിലും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആരെ പിണക്കിയാലും അളിയനെ പിണക്കാൻ പാടില്ല എന്ന തത്വമാണ് എന്നാണ്. അളിയനെ പിണക്കാതിരിക്കുന്നതാണ് അധികാരത്തിലേക്ക് കയറാനുള്ള നിങ്ങളുടെ ഏറ്റവും എളുപ്പവഴിയെന്ന് മാത്രം. മന്ത്രി KB ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും കോൺഗ്രസ് നേതാക്കൾക്കരികിൽ തന്നെ ഇരിപ്പിടം ഉറപ്പിക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.